ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു നല്ല ദിവസമാണ് എന്ന് പറയേണ്ടി വരും. ഒരുപാട് ശുഭ വാർത്തകളാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടിയെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീസസ് ജിമിനസും ഇഷാൻ പണ്ഡിറ്റയും പരിക്കിൽ നിന്നും മുക്തരായിക്കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രണ്ടുപേരും ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിന് ഈ രണ്ട് താരങ്ങളും ലഭ്യമായിരിക്കും എന്നുള്ള റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് പുറത്തേക്ക് വന്നത്. അതിന് പിന്നാലെയാണ് നാളത്തെ പത്രസമ്മേളനത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനായ TG പുരുഷോത്തമനോടൊപ്പം വിപിൻ മോഹനൻ പങ്കെടുക്കുന്നുണ്ട്. അതായത് വിപിൻ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തി എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ശുഭവാർത്തയാണ്. അദ്ദേഹം ഓക്കെ ആയിട്ടുണ്ട് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കുറച്ച് സമയമെങ്കിലും കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കുള്ളത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത് ഐബൻ ബാഡോഹ്ലിങ്ങുമായി ബന്ധപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ മത്സരത്തിൽ സ്ട്രൈറ്റ് റെഡ് കാർഡ് ഏറ്റുവാങ്ങേണ്ടി വന്ന താരമാണ് ഐബൻ ബാഡോഹ്ലിങ്. എന്നാൽ അത് ഒരു റെഡ് കാർഡിനുള്ള അർഹത ഉണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അപ്പോൾ തന്നെ അത് ചൂണ്ടിക്കാണിച്ചതാണ്. തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് അതിനെതിരെ അപ്പീൽ നൽകുകയും ചെയ്തു. ആ അപ്പീലിലെ വിധി കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു റെഡ് കാർഡ് പിൻവലിച്ചിട്ടുണ്ട്, അതൊരു യെല്ലോ കാർഡാക്കി മാറ്റി എന്ന് പറയുമ്പോൾ അടുത്ത ഒഡീഷ FC-ക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ ഐബന് കഴിയും എന്നുള്ളതാണ്. നമുക്കറിയാം, റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന സന്ദീപ് സിംഗ് പലപ്പോഴും മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഐബൻ അങ്ങനെയല്ല, അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ഒരു വിലക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് തിരിച്ചു വരുന്നു എന്നുള്ളത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു പിടി ശുഭവാർത്തകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീഷ FC-യുടെ താരങ്ങളായ പൂട്ടിയ, ഹ്യൂഗോ ബോമസ് എന്നിവർക്ക് വിലക്ക് ലഭിച്ചിട്ടുണ്ട്. അവരും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ ഉണ്ടാവില്ല എന്നതാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ താരങ്ങളെ ഒന്നും സൈൻ ചെയ്തില്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ 10 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. എന്നിട്ടും ഒരൊറ്റ താരത്തെ പോലും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടില്ല. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.